നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ഹോളി കമ്മ്യൂണിയൻ ഗൗണിൻ്റെ ബിഹൈൻഡ് ദ ലേബൽ സീരീസിലെ കുറച്ച് വീഡിയോസാണ്. നമ്മൾ ഈ ഗൗണിൻ്റെ ഫാബ്രിക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലേസ് ടൈപ്പ് ഹെവി ബീഡ് വർക്കുള്ള ഒരു ഫാബ്രിക്കാണ് നമ്മളിതിൻ്റെ അപ്പർ ബോഡി, അതായത് യോക്ക് പോർഷനിലും സ്ലീവിലും കൊടുത്തിട്ടുള്ളത്. ഫുൾ കട്ട് ബീഡും ഷുഗർ ബീഡും സീക്വൻസൊക്കെ മിക്സ് ആയിട്ടൊരു ഫുൾ വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ വരുന്നത്. ഈ ഒരു ഫാബ്രിക് നമുക്ക് ബ്രൈഡൽ ഗൗണിനും ഓൾസോ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ബോഡി പോർഷനിൽ നമ്മൾ 3 ലെയേഴ്സ് ഓഫ് ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലേസ് ഫാബ്രിക്, അതിൻ്റെ അടിയിൽ നമ്മളൊരു സാറ്റിൻ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ തേർഡ് ലെയറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോട്ടൺ ഫാബ്രിക്. അപ്പോൾ ഈ കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിത് 3 ലെയർ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴ്ഭാഗത്ത് ഒരു സാറ്റിൻ, അതിൻ്റെ മേലെ ഓർഗൻസയാണ് നമ്മൾ ഈ ഉടുപ്പിൻ്റെ ലോവർ ബോഡിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാറ്റിൻ്റെ അതേ ഗ്ലേസിങ്ങും അതേ കളറിലേക്ക് മാച്ചായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സാധാരണ ഒരു ഫാബ്രിക് കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് നമ്മൾ വളരെ കെയർ ചെയ്ത് സ്ലോലി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഒരു നോർമൽ ഗൗൺ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ ടൈമും നമ്മൾ പൊതുവേ ഒരു ബോട്ടിക്കിൽ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ റേറ്റും എക്സ്പെൻസ് എല്ലാം വളരെ കൂടുതലായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളൊരു നോർമലി കാഷ്വൽ വെയർ ആയിട്ട് ഇടുന്നതും അല്ല ഒരു ബ്രൈഡൽ അല്ലെങ്കിൽ നമ്മളൊരു ഫങ്ഷണൽ വെയർ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം എഫേർട്ടും ടൈമും നമ്മുടെ പേഷ്യൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അതിനാണ് ഞാൻ ഇങ്ങനൊരു സ്റ്റോറി തന്നെ നമ്മളിതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് പോലെ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫാബ്രിക്, അതിൻ്റെ സാറ്റിൻ ലെയർ, അതിൽ കോട്ടൺ, ഈ 3 ലെയറും വെച്ച് നമ്മളത് അറ്റാച്ച് ചെയ്തെടുക്കും. ആ അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് മെഷീൻ സ്റ്റിച്ച് നമുക്കിതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ ഹെമ്മിങ് ചെയ്തിട്ടാണ്, നമ്മൾ ഹാൻഡ് വെച്ച് ഹെമ്മിങ് ചെയ്തിട്ടാണ് ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ മെഷീൻ സ്റ്റിച്ച് പോകുന്ന ഓരോ ഭാഗത്തും നമ്മൾ ആ ബീഡ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ തയ്ച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ മെഷീനും ഒക്കെ ഇതിലും സ്റ്റക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ സ്ലീവ് തന്നെ നമ്മൾ വെട്ടിയെടുക്കുന്നത് നമ്മളിങ്ങനെ ഓരോ ഇഞ്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ സീക്വൻസും ബീഡ്സ് എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ കട്ടിങ്ങിന് മാത്രം നമുക്കിതിന് എത്ര ടൈം എടുക്കുമെന്ന്. അതിനുശേഷം ഇതിൻ്റെ നമ്മൾ ലോവർ ബോഡി നമ്മൾ കട്ട് ചെയ്യുന്നത് ഞാനിവിടെ കാണിക്കുന്നില്ല. അത് നമ്മൾ ആസ് യൂഷ്വൽ നോർമൽ ഒരു ഗൗൺ തയ്ക്കുന്നത് പോലെ ഒരു ലെയർ സാറ്റിൻ, അതിൻ്റെ മുകളിൽ ഓർഗൻസ, ഇതിൻ്റെ അടിയിൽ നമ്മളൊരു സ്റ്റിഫ് നെറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ലേറ്റർ ഭാഗങ്ങളിൽ കാണിക്കും. അപ്പോൾ നമ്മുടെ ബോഡി പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിന് അറ്റാച്ച് ചെയ്തിട്ട് ആ മെഷീൻ സ്റ്റിച്ച് പോകുന്നിടത്തെ ബീഡ്സ് പൊട്ടിക്കുന്ന പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ഹാമർ വെച്ചിട്ട് വളരെ സ്ലോ ആയിട്ട് ആ ബീഡ്സ് ഇങ്ങനെ ഇടിച്ച് പൊട്ടിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിന് വേറെ ഒരു മെത്തേഡും കൂടി യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പ്ലെയർ വെച്ചിട്ട് നമ്മൾ ഈ ബീഡ്സിനെ പ്രസ് ചെയ്യുമ്പോൾ ആ ബീഡ്സ് അവിടുന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എളുപ്പമായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു മെത്തേഡാണ്. ഒരു നെറ്റ്, നമ്മൾ വർക്കുള്ളൊരു നെറ്റാണെങ്കിൽ നമുക്കിങ്ങനെ ഈ ഇത് റിമൂവ് ചെയ്യുന്നത് നമുക്ക് അത്രയും പോസിബിൾ അല്ല. കാരണം ആ നെറ്റ് കീറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ലേസ് ടൈപ്പ് ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് അത്രയും റിസ്ക് ഇല്ലാതെ ആ ബീഡ്സ് എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും നമ്മുടെ ഉടുപ്പിൻ്റെ ലോവർ പോർഷൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ആണോ, ഫസ്റ്റ് ലെയർ ഓർഗൻസ, അതിൻ്റെ ഇടയിൽ നമുക്കൊരു സാറ്റിൻ വരുന്നുണ്ട്. ഇനി ഈ ഉടുപ്പിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഒരു ബട്ടർഫ്ലൈ പോലെ ഒരു ബോ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പണി നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു റിബൺ പോലെ കിടക്കുന്നതാണ് നമ്മൾ ഈ ബോയിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോ നമുക്ക് ഫിനിഷിങ് പ്രോസസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മളിനി അയൺ ചെയ്ത് ഈ ഒരു റിബൺ ഈ ബോയായിട്ട് ഫിക്സ് ചെയ്യും. കണ്ട, മമ്മി ഇതിൻ്റെ പണിയിലായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു ബോയുടെ പണി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാഫ് ഇതിൻ്റെ ബോഡി പോർഷൻ സ്റ്റിച്ച് ചെയ്ത് ഓൾമോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ
യോക്ക് പോർഷനും ഈ താഴെ കാണുന്ന സ്കേർട്ടും കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ പ്രോസസ്സിലേക്ക് വരും. ഇനി ഇത് ജോയിൻ ചെയ്ത് ഹെമ്മിങ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.